السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ അതിമഹത്തായ ഔദാര്യമായി നൽകിയിട്ടുള്ള ഈമാൻ എന്ന സൗഭാഗ്യം അത് നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈമാൻ എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ നുരുമ്പിപ്പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും എപ്പോഴും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഉറച്ചു നിൽക്കാൻ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നശിച്ചവൻ എങ്ങനെ നശിച്ചു എന്ന് ചോദിക്കേണ്ടതില്ല, എന്നാൽ രക്ഷപ്പെട്ടയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നതിലാണ് കാര്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളതാണ്. ദീനി വിജ്ഞാനം നേടുമ്പോഴാണ് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാവുക. രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കലാണ്. അത് നമ്മുടെ ഈമാൻ നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും നമ്മെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത് കേൾക്കുകയും പഠിക്കുകയും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം പരിശുദ്ധ ഇസ്ലാമിൻ്റെ മഹാസിനുകൾ, നന്മകൾ, ഈ ദീനിൻ്റെ മേന്മകളെക്കുറിച്ച് അറിയലാണ്, പഠിക്കലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടെല്ലാം നമ്മുടെ ഈമാനിന് വർധനവുണ്ടാകും. അഞ്ചാമത്തെ കാര്യം ഖിറാഅത്തു സിയരി സലഫി സാലിഹ്. സലഫു സാലിഹുകൾ അഥവാ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അവരുടെ ചരിത്രം വായിക്കൽ. അതിലൂടെ സഹോദരങ്ങളെ നമ്മുടെ ഈമാനിന് വർധനമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ആരാണ് നമ്മുടെ സലഫുകൾ? സലഫ് എന്നാൽ മുൻഗാമികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്കാണ് സലഫുകൾ എന്ന് പറയുക. അതിലൊന്നാമത്തെ പദവിയിൽ വരിക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. അതിനുശേഷം താബിഈങ്ങൾ, അതിനുശേഷം തബഉ താബിഉകൾ. ഇവരാണ് നമ്മുടെ സലഫുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ ഉത്തമമായ 3 തലമുറകളിൽ ജീവിച്ചവർ. അവിടുന്ന് പറഞ്ഞു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ എൻ്റെ കൂടെ ജീവിച്ചവരാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആ തലമുറയിൽ ജീവിച്ചവർ. പിന്നെ അതിന് ശേഷം വന്നവർ, പിന്നെ അതിന് ശേഷം വന്നവർ. ഇവരാണ് സലഫുകൾ. അതുകൊണ്ടാണ് അവരുടെ മാർഗം മുറുകെ പിടിക്കുന്നവരാണ് സലഫികൾ. അവരുടെ മാർഗം ആര് മുറുകെ പിടിച്ചോ അവരാണ് സലഫികൾ.
അസ്സലഫിയ്യ എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബികൾ ഉൾക്കൊള്ളുന്ന മുൻഗാമികൾ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവരാണ് സലഫികൾ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അവരുടെ ചരിത്രം വായിക്കലും മനസ്സിലാക്കലും നമ്മുടെ ഈമാനിന് വർധനമുണ്ടാക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ഉത്തമനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് ഗുണപാഠങ്ങളുള്ള ചരിത്രമാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി മക്കയിൽ പ്രബോധനം ആരംഭിച്ച കാലത്ത് ഈ ദീനിലെ ഓരോന്നും സത്യപ്പെടുത്തിയത് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാം. ഒരുപാട് ആളുകൾ എതിരാളികളായി ഉണ്ടായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ എങ്കിൽ ഞാനതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ മടി കാണിക്കാത്ത ആളായിരുന്നു അദ്ദേഹം. അതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹത്തായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ നമ്മുടെ സഹാബികൾ പലർക്കും പല രൂപത്തിലുള്ള മേന്മകളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളുമാണുള്ളത്. അവരുടെ ചരിത്രങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ നമുക്ക് വായിക്കാം. അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാനിനത് വർധനവുണ്ടാക്കും. അതുപോലെ തന്നെയാണ് മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ, സഹാബികൾക്ക് ശേഷം വന്നവർ, അവരുടെയൊക്കെ ചരിത്രത്തിൽ അനേകം ഗുണപാഠങ്ങളുണ്ട്. അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളിൽ പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ മഹത്തരമാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഖൽഖുൽ ഖുർആനിൻ്റെ ഫിത്ന ഉണ്ടായത്. അഥവാ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരി ഉൾപ്പെടെ രംഗത്ത് വന്നു. ഒരുപാട് അതിൻ്റെ പേരിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാന ആശയാദർശത്തിൽ ഉറച്ചു നിന്നു. ആരെന്തു പറഞ്ഞാലും ഇതാണ് ദീൻ എന്ന നിലക്ക് അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, ചാട്ടവാറ് അടി ഏറ്റുവാങ്ങേണ്ടി വന്നു, ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ അനേകം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ചരിത്രം സഹോദരങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നബിമാരുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, നമ്മൾ ഈ ദീനിനു വേണ്ടി എന്താണ് ത്യജിച്ചത്, നമുക്കെന്താണ് പ്രയാസങ്ങളുണ്ടായത്? ഒരത്തറിൻ്റെ മണം പോലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമ്മൾ ത്യജിച്ചിട്ടില്ല. നമ്മൾ അൽഹംദുലില്ലാ വളരെ സുഖത്തിലാണ്. പക്ഷെ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അനേകം പ്രയാസങ്ങൾക്ക് ഇടയിലൂടെയാണ് കടന്നുപോയത്. ആ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിന് സ്വാധീനമുണ്ടാക്കും. അങ്ങനെയാണ് അവർ പിൽക്കാലത്ത് വലിയ ഇമാമിങ്ങളായി മാറിയത്. ഒരു ദിവസം പൊട്ടിമുളച്ച് വന്നതല്ല, അങ്ങനെ വന്ന് വലിയ ഇമാമായി പേര് കിട്ടി വന്നതല്ല. അവരുടെ ക്ഷമയും അവരുടെ നിശ്ചയദാർഢ്യവും ഉറച്ച വിശ്വാസവും ഒക്കെയാണ് അവരെ ആ പദവിയിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ചരിത്രം, ഇതിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ ചരിത്രം
അത് വായിക്കുക എന്നുള്ളത്, കേൾക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് നമുക്കനേകം ഗുണപാഠങ്ങൾ നൽകും. നമ്മുടെ നാട്ടിൽ പോലും, കേരളത്തിൻ്റെ മണ്ണിൽ പോലും മുൻപ് കഴിഞ്ഞുപോയ നേതാക്കന്മാരുണ്ടായിരുന്നു, തൗഹീദിനു വേണ്ടി പടപൊരുതിയ ആളുകൾ. ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ വണ്ടി നിർത്തി നേരെ മസ്ജിദിൽ വന്ന് കൈകെട്ടി നിസ്കരിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്ത കാലഘട്ടമുണ്ടായിരുന്നു. തൗഹീദുള്ള ആളുകൾക്ക് മസ്ജിദുകൾ തുലോം തുച്ഛമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നവരുണ്ട്, അടി കിട്ടിയവരുണ്ട്, അവരുടെ ശരീരത്തിൽ വെച്ച് പടക്കങ്ങൾ പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ കെ എം മൗലവി റഹിമഹുല്ല, മഹാനായ ഉമർ മൗലവി റഹിമഹുല്ല, മഹാനായ സെയ്ദ് മൗലവി റഹിമഹുല്ല, മലയാള മണ്ണിൽ ജീവിച്ചു പോയ, മലയാളത്തിൽ ദഅവത്ത് നടത്തിയ ആളുകളാണവർ. അവരുടെ ചരിത്രം സഹോദരങ്ങളെ നമുക്ക് വായിക്കാൻ കിട്ടും, നമ്മുടെ ഭാഷയിൽ വായിക്കാൻ കിട്ടും. അങ്ങനെ മുൻഗാമികൾ, നമുക്ക് മുന്നേ കഴിഞ്ഞുപോയ അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ, നല്ലവരായ പണ്ഡിതന്മാർ, അവരുടെ ചരിത്രം നമ്മൾ കേൾക്കണം. വലിയ സ്വാധീനമുണ്ടാക്കും നമ്മുടെ മനസ്സുകൾക്ക്. അപ്പോൾ മുൻഗാമികളെക്കുറിച്ച്, നല്ലവരായ സലഫുകളെക്കുറിച്ച് ഓർക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉപകാരമുണ്ടാക്കും. ആറാമത്തെ കാര്യം, നമ്മുടെ ഈമാനിന് വർധനവുണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്ന ആറാമത്തെ കാര്യം, അത്തഅമ്മുലു ഫി ആയാത്തില്ലാഹിൽ കൗനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കൽ. ഈ പ്രപഞ്ചത്തിൽ അനേകം ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകളുടെ മാറി മാറിയുള്ള വരവ്, ജീവജാലങ്ങൾ, ജന്തുക്കൾ, മരങ്ങൾ, പർവ്വതങ്ങൾ, അരുവികൾ, പുഴകൾ, കടൽ, ഇങ്ങനെ നമ്മൾ കണ്ടതും കാണാത്തതുമായ അനേകം സൃഷ്ടിവൈഭവങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതിനെക്കുറിച്ച് ആലോചിക്കുക, ഉറ്റാലോചിക്കുക, ചിന്തിക്കുക എന്നത് നമ്മുടെ മനസ്സിന് സ്വാധീനമുണ്ടാക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സൂറത്ത് ആലി ഇമ്രാനിലെ 190 മുതൽ 200 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സൂറത്ത് ആലി ഇമ്രാനിൻ്റെ അവസാനത്തെ ഭാഗത്തുള്ള ആയത്തുകൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറിയുള്ള വരവിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ആ ബുദ്ധിയുള്ള ആളുകൾ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും തങ്ങളുടെ പാർശ്വങ്ങളിലായിക്കൊണ്ടും അഥവാ കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നവരാണ്. എന്നിട്ട് അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാതില, റബ്ബേ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല, ഇതൊന്നും റബ്ബേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാനിതാ വാഴ്ത്തുന്നു. ഫഖിന അദാബന്നാർ, അല്ലാഹുവേ നീ ഞങ്ങളെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ. തുടങ്ങിയ ആയത്തുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു അവിടുത്തെ ഉറക്ക് നെട്ടിയാൽ. ആയത്തുകൾ സഹോദരങ്ങളെ നമ്മളൊന്ന് വായിച്ചു നോക്കൂ. ഒരുപാട് അത്ഭുതങ്ങളാണ്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനകൾ അതിലുണ്ട്. നോക്കൂ, ഈ ആയത്തുകളിൽ എന്താണ് ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞത്? റബ്ബന,
മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. ഇത് സഹോദരങ്ങളെ ചിന്തിച്ചാൽ, ഇതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചാൽ നമ്മുടെ മനസ്സുകൾക്ക് ഈമാനിൽ വർധനവുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളത് കണ്ണുകൊണ്ട് കാണുന്നില്ലേ? സഹോദരങ്ങളെ, എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. അതൊന്നും അള്ളാഹു വെറുതെ പടച്ചതല്ല. ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്, നമുക്ക് ജീവിത ലക്ഷ്യമുണ്ട്, പരലോകമുണ്ട്. അള്ളാഹു ഏകനാണ്, അവൻ്റെ ഏകത്വമാണ് അറിയിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കും. അത് അള്ളാഹു പറഞ്ഞ ആയത്ത് നമുക്ക് കാണാം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ചക്രവാളങ്ങളിൽ നമ്മുടെ ആയത്ത്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവരെ കാണിക്കും. ആകാശങ്ങളിലേക്ക് നോക്കിയാൽ അത്ഭുതങ്ങളാണ്. ഒരു തൂടുപോലുമില്ലാതെ ഒരു മേൽക്കൂരയായിക്കൊണ്ട് അള്ളാഹു ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നു. അത്ഭുതകരമാണ് ആകാശത്തിലേക്ക് നോക്കിയാൽ. ആ ആകാശത്തെ അള്ളാഹു നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസി, അള്ളാഹുവിലോ അവൻ്റെ ദീനിലോ വിശ്വാസമില്ലാത്ത ഒരാൾ നോക്കുന്നത് പോലെയല്ല ആകാശഭൂമികളിലേക്ക് നോക്കേണ്ടത്. നമ്മൾ കേട്ട ആയത്തിൽ വന്നതുപോലെ, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്, എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ സഹോദരങ്ങളെ, അതിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കും. ഒരു കവി പറഞ്ഞതുപോലെ, വഫീ കുല്ലി ശൈഇൻ ലഹു ആയ തദുല്ലു അലാ അന്നഹു വാഹിദ്, എല്ലാ ഓരോന്നിലും, ഓരോ മൺതരിയിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമുണ്ട്. ഓരോ സൃഷ്ടിയെടുത്ത് നോക്കിയാലും റബ്ബിൻ്റെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നമുക്കതിൽ കാണാം. അതെല്ലാം അറിയിക്കുന്നത് അള്ളാഹു ഏകനാണ് എന്നാണ്. ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു സട്ടാവ് മാത്രമേ ഉള്ളൂ, അത് അള്ളാഹുവാണ്, ആ റബ്ബിനാണ് നാം വഴിപ്പെടേണ്ടത് എന്നറിയിക്കും. ഓരോ സൃഷ്ടികളിലേക്ക് നാം നോക്കിയാലും, അത് നമുക്ക് ചുറ്റും കാണുന്നതാവട്ടെ, നമ്മുടെ സ്വന്തത്തിലാവട്ടെ, നമ്മുടെ ശരീരത്തിലാവട്ടെ, അത്ഭുതങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുക എന്നത്, എന്നിട്ട് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കും. ഏഴാമത്തെ കാര്യം, ത്വാഅത്തുല്ലാഹി വംതിസാലു അംരിഹി. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏഴാമത്തെ കാര്യം, അള്ളാഹുവിനുള്ള ഇബാദത്തും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക, റബ്ബിനുള്ള ഇബാദത്തുകൾ മുറപോലെ നിർവഹിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഓരോന്നും കൃത്യമായി പാലിക്കുക എന്നത് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കും. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ ഈമാനിൻ്റെ തഅരീഫ്, നിർവചനം പറഞ്ഞപ്പോൾ പറഞ്ഞതായി നമുക്ക് കാണാം, ഈമാൻ എന്നാൽ നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ്. നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം ഈമാനിൻ്റെ ഭാഗമാണ്. കേവലം നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം മാത്രം പോരാ, ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനനുസൃതമായി അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും വേണം.
ഇതാണ് ഈമാനിൻ്റെ നിർവചനത്തിൻ്റെ ആദ്യ ഭാഗം. എന്നിട്ട് ശേഷം പണ്ഡിതന്മാർ പറഞ്ഞു, യസീദു ബിത്വാഅത്തിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിനുള്ള അനുസരണം കാണിക്കുമ്പോൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഈമാനിൽ വർധനവുണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ, പാപങ്ങൾ തിന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറയും. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറ പോലെ നിർവഹിക്കുക എന്നുള്ളത് നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കൽപ്പന തൗഹീദാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത്, ഷിർക്കിൻ്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ വരാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. ഷിർക്ക് ചെറുതാവട്ടെ വലുതാവട്ടെ അതിൽ നിന്ന് നാം ഓടി അകലേണ്ടതാണ്. വലിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കൽ. ഇബാദത്തിൽ ഏതെങ്കിലും ഒന്ന്, അതല്ലെങ്കിൽ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകൽ, അതാണ് വലിയ ഷിർക്ക്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കൽ. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ലോകമാന്യത, റിയാ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പുകഴ്ത്തലുകൾ, പ്രശംസകൾ കേൾക്കാൻ ആഗ്രഹിക്കൽ, സുമഅത്ത് എന്ന് പറയും. ഇതിൽ നിന്നെല്ലാം മുക്തമായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് ഒന്നാമത്തെ കൽപ്പന. അതിനുശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന സഹോദരങ്ങളെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. 5 നേരത്തെ നിസ്കാരങ്ങൾ അത് മുറ പോലെ നിർവഹിക്കൽ വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ ജീവിക്കുന്ന പുരുഷന്മാർ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കണം. അങ്ങനെ നിസ്കാരം ഏതവസ്ഥയിലായാലും, നാട്ടിലായാലും യാത്രയിലായാലും, എങ്ങനെയാണോ സാധിക്കുന്നത്, നിന്നുകൊണ്ടാണെങ്കിൽ നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ടാണെങ്കിൽ ഇരുന്നുകൊണ്ട്, ഏതവസ്ഥയിലായാലും ഒഴിവാക്കാൻ പാടില്ലാത്ത അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിസ്കാരം. അതുപോലെ ഈമാനിൻ്റെ 5 സ്തംഭങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതല്ലാത്ത അള്ളാഹു കൽപ്പിച്ച അനേകം കാര്യങ്ങളുണ്ട്. ഓരോന്നും സഹോദരങ്ങളെ കൃത്യമായി പാലിക്കുക, പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ഈമാനിന് വർധനവുണ്ടാക്കും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, സൽക്കർമ്മങ്ങളിലാകുമ്പോൾ നമ്മുടെ ഈമാൻ ഉയർന്നു നിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും, നമ്മുടെ മനസ്സിന് അനുഭവപ്പെടും. അത് നല്ല ഒരവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഈമാനിൻ്റെ വർധനവ്. അതേറ്റവും നല്ല രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് റമളാനിൻ്റെ സമയം. വേഗം മനസ്സിലാക്കാൻ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് റമളാൻ. നോക്കൂ, റമളാനിൽ സുബഹ് മുതൽ പള്ളി നിറഞ്ഞൊഴുകി, എല്ലാവരും സൽക്കർമ്മങ്ങളിലാണ്. ഖുർആൻ പാരായണം, തസ്ബീഹ്, തഹ്ലീൽ, ദിക്റുകൾ, സ്വദഖകൾ. എന്തുകൊണ്ടാണ്? റമളാനിൽ പൊതുവെ ഇബാദത്തുകളുടെ മാസമാണ്. നോമ്പിനോടൊപ്പം മറ്റുള്ള ഇബാദത്തുകളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ സമയത്തൊരു മാസക്കാലം രാത്രി നിസ്കാരം ഉണ്ടാകും, സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകും. ആ ഒരു മാസക്കാലം നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനവും, നമ്മുടെ ഈമാൻ ഉയരുന്നത് നമുക്ക് കാണാം, വർദ്ധിക്കുക നമുക്ക് അനുഭവപ്പെടാം. അതാണ് ഈമാനിൻ്റെ വർധനവ്. അള്ളാഹുവിന് എത്ര കണ്ട് നമ്മൾ അനുസരിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നമ്മുടെ ഈമാൻ കുറയും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഒരാൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ, നിസ്കരിക്കാതിരുന്നാൽ, നേരം പുലരുമ്പോൾ തന്നെ നിസ്കാരം ഖളാ ആക്കി നിസ്കരിക്കാതെ ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ അയാൾ മടിയനായിട്ടായിരിക്കും എഴുന്നേൽക്കുക.
അയാളുടെ ആ ദിവസത്തിനൊരു ബർക്കത്തില്ലാതെയാകും. ഈമാനിൻ്റെ കുറവ് നമുക്ക് അനുഭവപ്പെടും അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ, തെറ്റുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തരുത്. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ഇബാദത്തുകൾ എന്നത് 3 രൂപത്തിലാണ്. അതിലൊന്നാമത്തത് നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, കർമ്മങ്ങൾ. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഇബാദത്തിൽപ്പെട്ടതാണ് അൽ ഖൗഫ്, ഭയം, അർ റജാ, പ്രതീക്ഷ, അൽ ഹുബ്, സ്നേഹം, അൽ ഖശിയ, ഭയപ്പാട്, അൽ ഇനാബ, അള്ളാഹുവിലേക്കുള്ള താഴ്മയോടുകൂടിയുള്ള മടക്കം, തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ള ഇബാദത്തുകളാണ്. അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകളാണവ. അതേപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ദിക്റുകൾ, തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും അഥവാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ തുടങ്ങിയ അനേകം ദിക്റുകളുണ്ട്. രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ, അതല്ലാത്ത ദിവസം മുഴുവനും എഴുന്നേറ്റത് മുതൽ അങ്ങോട്ട് ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ദിക്റുകൾ, ഇബാദത്തുകളുടെ ഉള്ളിലുള്ള ദിക്റുകൾ, നിസ്കാരത്തിലുള്ള ദിക്ർ ദുആഉകൾ, ഇതെല്ലാം നമ്മുടെ നാവ് കൊണ്ട് നാം ചെയ്യേണ്ട ഇബാദത്തുകളാണ്. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഖുർആൻ പാരായണം, ഇതെല്ലാം സഹോദരങ്ങളെ നമുക്ക് നാവ് കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളാണ്. മൂന്നാമത്തെ രൂപം എന്നത് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കേണ്ട, ചെയ്യേണ്ട ഇബാദത്തുകളാണ്. അതിൽപ്പെട്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്കാരം, ജക്കാത്ത്, നോമ്പ്, സ്വതക്ക, ഹജ്ജ്, അങ്ങനെയുള്ള നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ട അനേകം ഇബാദത്തുകളുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളെ കൃത്യമായി ഓരോ ദിവസവും ശ്രദ്ധിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, വീഴ്ച വരുത്താതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈമാൻ തകരാതെ, താഴ്ന്നു പോകാതെ, കുറഞ്ഞു പോകാതെ നിലനിർത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമുക്ക് സാധിക്കും. 7ഓളം കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ഈമാനിന് വർധന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ നേർ വിപരീതമുണ്ട്. നമ്മുടെ ഈമാനിനെ തകർത്ത് കളയുന്ന, കുറച്ച് കളയുന്ന കാര്യങ്ങളുണ്ട്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം വെളിച്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇരുട്ടിൻ്റെ അന്ധതയെക്കുറിച്ച് കൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം. എന്നാലേ ആ ഇരുട്ടിൻ്റെ പ്രശ്നവും പ്രയാസവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏതുപോലെ തൗഹീദ് പഠിക്കുമ്പോൾ ശിർക്കിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയിരിക്കണം. നന്മകൾ പറയുമ്പോൾ തിന്മകളെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ അതിലേക്ക് പതിക്കാതിരിക്കാൻ നമ്മെ അത് സഹായിക്കുകയുള്ളൂ. ഒരു കവി പറഞ്ഞതുപോലെ, അറഫ്തു ശർറ ലാ ലിശർ വലാകിൻ ലിതവഖി, ഷർറിനെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി, അത് പ്രവർത്തിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വമൻ ലം യഅരിഫി ശർറ മിനൽ ഖൈരി യഖഉ ഫീ, ഖൈറിനോടൊപ്പം, നന്മയോടൊപ്പം തിന്മയെക്കുറിച്ച് ആരാണോ മനസ്സിലാക്കാത്തത് അവൻ അതിൽ വീണുപോവാൻ സാധ്യതയുണ്ട്. എന്നാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ജനങ്ങളൊക്കെ നന്മകളെക്കുറിച്ച് ചോദിച്ചറിയുമ്പോൾ ഞാൻ തിന്മകളെക്കുറിച്ച്, ഫിത്നകളെക്കുറിച്ചായിരുന്നു ചോദിച്ചറിഞ്ഞിരുന്നത്, ഞാൻ അതിൽ പെട്ടുപോവാതിരിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൻ്റെ മറുവശം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് 2 രൂപത്തിലാണ്. ഒന്ന് നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തത്തിലുള്ള കാര്യമാണ്, നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യമെന്നത് പുറമെ നിന്ന് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ ഈമാനിനെ
ദുർബലപ്പെടുത്തുന്ന, നമ്മുടെ ഈമാനിൽ കുറവ് വരുത്താൻ, അതിനെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാമത്തെ കാരണം അൽ ജഹൽ, അജ്ഞതയാണ്, വിവരമില്ലായ്മ. അറിവില്ലായ്മ എന്നത് സഹോദരങ്ങളെ ഒരാളുടെ ഈമാൻ നശിപ്പിക്കും. നമ്മളാദ്യം ഈമാൻ വർദ്ധിപ്പിക്കാൻ ഇൽമ് പഠിക്കലാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ നേർ വിപരീതമാണ് ജഹൽ. അറിയാതിരുന്നാൽ, പഠിക്കാതിരുന്നാൽ ഈമാൻ വർദ്ധിക്കുകയില്ല, മറിച്ച് ഈമാനിൽ കുറവ് സംഭവിക്കും. ചിലപ്പോൾ ഈമാൻ പൊളിഞ്ഞു പോവാൻ വരെ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് ആളുകൾ ശിർക്കിലേക്ക് ചെന്ന് പതിക്കുന്നത് അവരുടെ അജ്ഞത കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു അതാ വിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കവേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖൗമ് പറഞ്ഞ ഒരു കാര്യം അള്ളാഹു അറിയിക്കുന്നു. സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം, അള്ളാഹു പറയുകയാണ്, ഖാലു യാ മൂസ, അവർ പറഞ്ഞു, അല്ലയോ മൂസ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകളുള്ളതുപോലെ, ആരാധിക്കാനുള്ള ആരാധ്യ വസ്തുക്കൾ ഉള്ളതുപോലെ മൂസ നീ നമുക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം. ബനൂ ഇസ്രായേല്യർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതാണിത്. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖാല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത, അറിവില്ലാത്ത, ജാഹിലീങ്ങളായ ഒരു വിഭാഗമാകുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ അനേകം ദൃഷ്ടാന്തങ്ങൾ കണ്ട ആളുകളാണവർ, ബനൂ ഇസ്രായേല്യർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവരാണവർ, അള്ളാഹുവിനെ അറിഞ്ഞവരാണവർ. എന്നിട്ടും അവർ ധിക്കാരത്തിൻ്റെ ചോദ്യം ചോദിക്കുകയാണ്. അവരുടെ വിവരമില്ലായ്മയാണ് അതിലേക്ക് അവരെ എത്തിച്ചത്. അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയവേ ഇതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം, ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, മറിച്ച് നിങ്ങൾ വിവരമില്ലാത്ത, അജ്ഞരായ ആളുകളാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട്, ഖൗമിനോട് ചോദിച്ചതായി കാണാം, ഖുൽ അഫഗൈറ അല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, അല്ലയോ വിവരമില്ലാത്ത ആളുകളെ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അജ്ഞത എന്നത് സഹോദരങ്ങളെ ഒരു മനുഷ്യനെ നശിപ്പിക്കും. കൃത്യമായ വിവരം, അറിവ് ഇല്ലെങ്കിൽ ഫസാദായി പോകും. അതുകൊണ്ടാണ് മുൻഗാമികൾ ചിലർ പറഞ്ഞത്, അറിവില്ലാതെ ഒരാൾ പ്രവർത്തിച്ചാൽ മസ്ലഹത്തിനേക്കാൾ കൂടുതൽ, നന്മകളേക്കാൾ കൂടുതൽ അയാൾ ഫസാദാണ് ഉണ്ടാക്കുക, മഫ്സദത്താണ് ഉണ്ടാക്കുക, കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അജ്ഞത എന്നത് നമ്മുടെ ഈമാനിനെ തകർത്ത് കളയുന്ന, ഈമാനിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, പഠിക്കണം, അറിവ് നേടണം. പണ്ട് പഠിച്ചത് അവിടെ തന്നെ വെക്കരുത്, പിന്നെയും പഠിച്ചുകൊണ്ടേയിരിക്കണം, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം അൽ ഗഫ്ലത്തു. അൽ ഗഫ്ലത്തു എന്ന് പറഞ്ഞാൽ അശ്രദ്ധയാണ്. മനുഷ്യൻ അശ്രദ്ധയിലായി പോകും. എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ചിന്തയില്ലാതെ, സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഓർമ്മയില്ലാതെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അശ്രദ്ധയിലായി ജീവിക്കുക. എന്താണോ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കാതെ മറ്റു വല്ലതിൻ്റെ പിന്നാലെയും പോവുക, അത് വലിയ അപകടമാണ്. അള്ളാഹു പറഞ്ഞു, വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, ജനങ്ങളിൽ ധാരാളം ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധയിലാണ്. ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചതാണിത്.
ഗഫ്ലത്ത് എന്ന രോഗം. സഹോദരങ്ങളെ, ഈ പറഞ്ഞ അശ്രദ്ധയിലായിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അത് അള്ളാഹു വിശ്വാസമില്ലാത്ത ആളുകളുടെ വിശേഷണമായിട്ടാണ് പറഞ്ഞത്. അവരാണ് അശ്രദ്ധാലുക്കൾ. അള്ളാഹു പറഞ്ഞു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, അവർ സത്യനിഷേധികൾ, അവർ ദുനിയാവിൻ്റെ പുറമേക്ക് കാണുന്ന പളപളപ്പുകളെ കുറിച്ച് പഠിച്ചു. അവർക്കതറിയാം. നോക്കൂ, എന്താണ് അറിയേണ്ടത് എന്നതറിയാതെ മറ്റുള്ളതിനെ കുറിച്ചൊക്കെ വിവരമുണ്ട്. ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും, ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ടാകും, ഒരുപാട് അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. ഈ ഒരു ദുരവസ്ഥ സഹോദരങ്ങളെ നമുക്ക് പിടിപെട്ടാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അശ്രദ്ധയിലായി പോകാൻ പാടില്ല. എല്ലാ കാര്യത്തിലും, ദീനിൻ്റെ കാര്യത്തിൽ പ്രത്യേകം, ദുനിയാവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സമയത്തിനും നമ്മുടെ പ്രയത്നത്തിനും ഒക്കെ വിലയുണ്ട്. പല ആളുകളും അവനവൻ്റെ അശ്രദ്ധ അലങ്കാരമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വന്തം സമ്മതിക്കും, ഞാൻ പൊതുവെ അശ്രദ്ധയിലാണ്, എനിക്ക് പൊതുവെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ അതൊരു അലങ്കാരമായിട്ട് എടുത്തു പറയുന്നതായി കാണാം. അത് അലങ്കാരമല്ല, അത് പ്രശ്നമാണത്. നശിപ്പിച്ചു കളയും നമ്മളെ. ഏത് കാര്യത്തിലായാലും, ദീനിൻ്റെ കാര്യത്തിലാവട്ടെ ദുനിയാവിൻ്റെ കാര്യത്തിലാവട്ടെ, അശ്രദ്ധയിലായി പോകരുത്. അതിലൂടെ നമ്മുടെ സമയം നഷ്ടപ്പെടും, നമ്മുടെ പ്രയത്നം നഷ്ടപ്പെടും, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും. നമ്മുടെ സമയത്തിനും നമ്മുടെ ദിവസത്തിനും നമ്മുടെ ആയുസ്സിനും ഒക്കെ വിലയുണ്ട് പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുത്താനുള്ളതല്ല. അതുകൊണ്ട് ഗഫലത്തിലായി പോകരുത്. ഒരുപാട് ആയത്തുകൾ, പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഈമാൻ തകർത്ത് കളയുന്നതിനെ ദുർബലപ്പെടുത്തി കളയുന്ന കാര്യമാണ് അൽ ഇഅ്റാദ്. അൽ ഇഅ്റാദ് എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണോ മുന്നിട്ട് ചെല്ലേണ്ടത് അതിൽ നിന്ന് നേരെ തിരിഞ്ഞു കളയുക. അള്ളാഹു പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, ഏതൊരുവനാണോ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടപ്പോൾ സുമ്മ അഅറള അൻഹ, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞത്, അവനേക്കാൾ അതിക്രമകാരിയായ വാലിമായ ആരാണുള്ളത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയപ്പെട്ടപ്പോൾ, അള്ളാഹുവിൻ്റെ കിതാബിൽ ആയത്തുകളെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ അതിനോട് മുന്നിട്ട് അത് സ്വീകരിക്കാൻ ചെല്ലേണ്ടതിന് പകരം അതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നത് ഒരാൾ അതിക്രമകാരിയാവാൻ മതിയായതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണിത്. സഹോദരങ്ങളെ, അള്ളാഹു സൂറത്തു ത്വാഹയിൽ പറഞ്ഞിട്ടുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, ആരാണോ നമ്മുടെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത് അവന് നാം ഇടുങ്ങിയ ജീവിതമാണ് നൽകുക. ഇഅ്റാദ് സംഭവിച്ചാൽ ജീവിതം ഇടുങ്ങിപ്പോകും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, എന്നിട്ട് മരണാനന്തരം പരലോകത്ത് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അവൻ അന്ധനായിക്കൊണ്ടായിരിക്കും, കണ്ണുപൊട്ടനായിട്ടായിരിക്കും, കണ്ണ് കാണുകയില്ല. അയാൾ പറയും, ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മ, അല്ലാഹുവേ നീ എന്തിനാണ് എന്നെ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിച്ചത്? വഖദ് കുൻതു ബസീറ, ഞാൻ കണ്ണ് കാണുന്ന ആളായിരുന്നു, ഞാൻ ദുനിയാവിൽ കണ്ടിരുന്നു, എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു. റബ്ബ് നീ എന്തിനാണ് എന്നെ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അല്ലാഹു പറയും, ഖാല കദാലിക അതത്ക ആയാതുന വനസീതഹ വകദാലിക അൽയൗമ തുൻസ, അപ്രകാരമാണ് നിന്റെ അടുക്കൽ നമ്മുടെ ആയത്ത് വന്നത്. നമ്മുടെ ആയത്തുകൾ നിന്റെ അടുക്കലേക്ക് വന്നിരുന്നു, ആളുകൾ ഓതി കേൾപ്പിച്ചിരുന്നു, ശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു, പ്രബോധകർ വന്നിരുന്നു. പക്ഷെ നീ മറന്നു കളഞ്ഞു, നീ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു, അശ്രദ്ധയിലായിപ്പോയി. അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ നിന്നെയും മറന്നു കളയുകയാണ്.
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുകയില്ല. പരലോകത്ത് അന്ധനായി കണ്ണുപൊട്ടനായിട്ടായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിച്ച് വരിക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ-ഇഅ്റാദ് എന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ 3 കാര്യങ്ങളും വളരെ ഗൗരവമാണ്: ജഹലും, ഗഫലത്തും, ഇഅ്റാദും. 4ാമത്തെ കാര്യം അന്നിസിയാൻ, മറവി, മറന്നുപോവുക. മറവി എന്നത് 2 രൂപത്തിലുണ്ട്. മനുഷ്യൻ ഒരിക്കലും ഒഴികഴിവില്ലാത്ത കാര്യങ്ങൾ, അതാണ് അള്ളാഹു പറഞ്ഞത്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളായി പോകരുത്. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ ആയാൽ അവർ അവരുടെ സ്വന്തത്തെ തന്നെ മറന്നുപോകും. ഓർക്കേണ്ട കാര്യം ഓർക്കാതെ മറന്നു പോവുക, നിർബന്ധ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ ദീനിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിലെ നിയമങ്ങളെക്കുറിച്ച്, ഇബാദത്തുകളെക്കുറിച്ച്, ഇതിൽ നിന്നെല്ലാം മറവി അഭിനയിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇതിനെ തൊട്ടെല്ലാം മറന്നുകൊണ്ട് ഒരാൾ ജീവിക്കുക എന്നത് അയാളുടെ സ്വന്തത്തെ തന്നെ മറന്നുപോകും. അയാൾക്ക് ആവശ്യമുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കുകയില്ല, മറന്നുപോകും. നിർബന്ധമായ ഓർക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, ആയത്തുകളെക്കുറിച്ച്, ഇതെല്ലാം മറന്നിട്ട് പിന്നെ എന്ത് ജീവിതമാണ് സഹോദരങ്ങളെ? അള്ളാഹു നമ്മളെ പഠിച്ചത് അള്ളാഹുവിൻ്റെ അടിമകളാവാനാണ്. എന്നിട്ട് സൃഷ്ടിച്ച റബ്ബിനെ നമ്മൾ മറന്നുപോയാൽ ബാക്കിയെല്ലാം ഓർമ്മ ഉണ്ടാവും, ബാക്കി ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഓർക്കേണ്ടത് ഓർക്കാതിരിക്കുക എന്നത് ഈമാൻ തകർത്ത് കളയും, ഈമാനിനെ ഇല്ലാതാക്കി കളയും. 2ാമത്തെ മറവി ഒഴികഴിവുള്ള മറവിയാണ്. അത് സാധാരണ മനുഷ്യൻ മനഃപൂർവ്വമല്ലാതെ മറന്നു പോകുന്നത്. മനുഷ്യ സഹജമാണ്, ചിലപ്പോൾ മറന്നുപോകും. മനുഷ്യ സഹജമായി, മാനുഷികമായി അള്ളാഹു മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുള്ള മറവിയാണത്. അതാണ് റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന എന്ന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവേ, ഞങ്ങൾ മറന്നുപോയാൽ, അബദ്ധം സംഭവിച്ചു പോയാൽ നീ ഞങ്ങളെ പിടികൂടരുത്. സഹോദരങ്ങളെ, മറവി എന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, അടിസ്ഥാനപരമായി ഓർക്കേണ്ട കാര്യങ്ങളെ തൊട്ട് മറന്നു പോവുക, അതാണ് നമ്മുടെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന കാര്യം. 2ാമത്തത് മനുഷ്യൻ മനഃപൂർവ്വമല്ലാതെ മറന്നു പോവുക. അത് മനുഷ്യ സഹജമാണ്, മാനുഷികമായി മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഉള്ളതാണ്. അതിനെ തൊട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹുവേ നീ ഞങ്ങളെ പിടികൂടരുതേ എന്ന് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാനത് ചെയ്തിരിക്കുന്നു. അബദ്ധം സംഭവിച്ചു പോയാൽ അള്ളാഹു പിടികൂടുകയില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അശ്രദ്ധമായി കൊണ്ട് മറക്കുന്ന ആളുകളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. 5ാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന, അതിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് ഫിഅലുൽ മആസി വർത്തികാബു ദുനൂബ്, പാപങ്ങൾ, തിന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, ഇബാദത്തുകൾ നമ്മുടെ ഈമാനിൽ വർധന ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് നേർ വിപരീതമാണ് തിന്മകൾ, പാപങ്ങൾ എന്നത് നമ്മുടെ ഈമാൻ ദുർബലപ്പെടുത്തും. ഓരോ തിന്മ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമ്മുടെ ഈമാനിൽ കുറവ് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴും. തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നന്നായാൽ ഹൃദയം ശുദ്ധിയാകും. അതല്ല എങ്കിൽ ഹൃദയത്തിന് റാൻ സംഭവിക്കും, ഹൃദയത്തിന് കറ ബാധിക്കും, മറയിടപ്പെടും. അങ്ങനെ മറയിടപ്പെട്ടാൽ പിന്നെ ഈമാൻ ദുർബലമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ വളരെ ഗൗരവത്തിലാണ് നമ്മൾ അതിനെടുക്കേണ്ടത്. തിന്മകൾ എന്നത് നമ്മുടെ ഇഹലോകവും പരലോകവും നശിപ്പിക്കും. അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, ആളുകൾ കാണുമ്പോഴാവട്ടെ കാണാത്തപ്പോഴാവട്ടെ, വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ, അങ്ങേയറ്റം നമ്മൾ പേടിക്കണം. തിന്മകൾ നമ്മുടെ ഈമാനാണ് അതിന് പകരം നൽകേണ്ടി വരിക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം
മാസിയത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ രണ്ടാളുകളെയാണ് ഉദാഹരണം പറഞ്ഞത്. ഒന്ന് നമ്മുടെ ഉപ്പ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടാമത്തത് ശൈത്താനാണ്, ഇബ്ലീസ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തൗബക്കുള്ള തൗഫീഖ് നൽകി, അദ്ദേഹം തിരുത്തി. അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ ഇബ്ലീസ് തൻ്റെ തിന്മയിൽ ഉറച്ചു നിന്നു, അതിനെ ന്യായീകരിച്ചു, അഹങ്കരിച്ചു. അവൻ്റെ എല്ലാ സൽഗുണങ്ങളും നേർവിപരീതമായി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നല്ല അവസ്ഥ അത് നശിച്ചു പോകാൻ മതിയായതാണ് തിന്മകൾ എന്നത്. ചെറുതാവട്ടെ വലുതാവട്ടെ സഹോദരങ്ങളെ, നമ്മൾ വഞ്ചിതരാവരുത്. ചെറുതല്ലേ, ചെറിയ കാര്യമല്ലേ വിചാരിക്കരുത്. ആ തിന്മ അത് വർദ്ധിച്ചാൽ ചെറുതു വലുതാകും. ഇന്നൽ ജിബാല മിനൽ ഹസ, പർവ്വതം എന്നത് ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കുന്നുകൂടിയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അബദ്ധം സംഭവിച്ചു പോയാൽ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങി നമ്മുടെ ജീവിതം നന്നാക്കുക. നേരത്തെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാകും. തെറ്റ് അതിൽ ഉറച്ചു നിന്നാൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നിരാശരാവേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. ഏത് തെറ്റ് ചെയ്താലും അള്ളാഹു അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയ കരങ്ങളെ വെറുതെ വിടുകയില്ല. ആളുകൾ പറയും, നീ പണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലേ, നീ പണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നീ അങ്ങനെ ജീവിച്ച ആളാണ്, ഇപ്പം വലിയ കാര്യം പറയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മെ ചിലപ്പോൾ പിന്തിരിപ്പിക്കാൻ നോക്കും. അള്ളാഹുവുമായുള്ള ബന്ധം നമ്മൾ നന്നാക്കുക. നമ്മുടെ ഈമാൻ അത് അമൂല്യമാണ്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, അന്നഫ്സുൽ അമ്മാറതു ബിസു, നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സെപ്പോഴും ദേഹേച്ഛകളോടാണ് താല്പര്യം കാണിക്കുക. ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, അള്ളാഹു പറഞ്ഞില്ല. നഫ്സ്, മനസ്സെപ്പോഴും തിന്മകൾക്ക് വേണ്ടി മന്ത്രിക്കും, തിന്മകളിലേക്ക് നമ്മളെ ക്ഷണിക്കും. ഇല്ലാമാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കരുണ ചെയ്ത ആളുകൾ ഒഴികെ. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ സ്വന്തത്തെ നമ്മൾ കരുതിയിരിക്കുക. അത് നമ്മെ നശിപ്പിക്കും. മനസ്സ് മന്ത്രിക്കുന്ന ദേഹേച്ഛകൾക്ക് പിന്നാലെ നമ്മൾ പോകരുത്. കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ പാത പിന്തുടരാൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏഴാമത്തെ കാര്യം, അശ്ശൈത്താൻ, പിശാചിനെ നമ്മൾ കരുതിയിരിക്കുക. പിശാചിൻ്റെ ശത്രുത എന്നത് നമ്മുടെ ഉപ്പ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ളതാണ്. വലാ യബ്തഗി ബിഗൈരി ഹലാകി ഇബ്നി ആദം, മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ആദമിൻ്റെ പുത്രൻ്റെ, മനുഷ്യൻ്റെ നാശമല്ലാതെ പിശാച് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ നശിപ്പിക്കുക എന്നതല്ലാതെ പിശാചിന് മറ്റൊരു ലക്ഷ്യവുമില്ല. നമ്മുടെ കാതുകളിൽ മന്ത്രിക്കും, നമ്മുടെ മനസ്സുകളിൽ മന്ത്രിക്കും, നമ്മുടെ മനസ്സുകൾക്ക് തോന്നിപ്പിക്കും. നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ അതിൽ നിന്നുള്ളതാണ്. ഇനി നമ്മുടെ ഉള്ളിൽ നിന്നല്ലെങ്കിലും പുറത്തുനിന്നുള്ള മനുഷ്യ പിശാചുക്കൾ നമ്മോട് പറയും, നീ പണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലേ, പണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലേ, അപ്പം എങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുന്നിൽ കാണുന്ന ശത്രുവിനേക്കാൾ കാണാത്ത ശത്രുവാണ് നാം ഏറ്റവും കരുതിയിരിക്കാൻ അർഹതപ്പെട്ടത്. അതുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് നേരത്തെ മേൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും പാലിച്ചും ശ്രദ്ധിച്ചും നമ്മുടെ ഈമാനിൽ വർധന ഉണ്ടാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈമാൻ, അത് ആവർത്തിച്ചു പറയട്ടെ, അത് അമൂല്യമാണ്. ഈമാൻ എന്നത് അമൂല്യമാണ്. ദുനിയാവിൽ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെടാതെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മറ്റെന്തും നമുക്ക് പകരം ലഭിക്കും, ഇത് പകരം ലഭിക്കുകയില്ല. ഇത് അല്ലാഹു എല്ലാവർക്കും കൊടുത്തിട്ടുമില്ല. മഹാന്മാരായ അമ്പിയാക്കളുടെ മാതാപിതാക്കൾക്ക് പോലും, മക്കൾക്ക് പോലും, ഭാര്യമാർക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യമാണ്. ചിലരുടെ ചരിത്രം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതൊക്കെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വലിയ നിഅമത്താണത്. അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കാനുള്ള വെള്ളവും വളവും, അഥവാ ഈ പറഞ്ഞ കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, അത് മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ മുന്നോട്ട് പോവാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്, ജീവിതത്തിൽ പകർത്താനാണ്, പാലിക്കാനാണ്
നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് തൗഫീഖ് ചോദിക്കേണ്ടത്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.